നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കണ്ണൂർ ഭാഗത്തൊക്കെ തട്ടുകടയിൽ കിട്ടുന്ന ഒരു സ്നാക്കായത്, പ്രത്യേകിച്ച് പയ്യന്നൂർ പഴയങ്ങാടി സൈഡിലൊക്കെ കിട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു നോമ്പ് സമയത്ത് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഉണ്ടാക്കിയെടുക്കാനും ഈസിയാണ്, അതുപോലെ തന്നെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി കൂടിയായത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 സവാള എടുത്തിട്ടുണ്ട്. മീഡിയം വലുപ്പത്തിലുള്ള 3 സവാള എടുത്തിന്. ഇത് നേർത്ത വിധത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുമ്പോൾ സവാള നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്കിവിടെ മാറ്റി വെക്കാം. അടുത്തത് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയാണ്. അപ്പോൾ 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, 4 വെളുത്തുള്ളി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം നല്ല രീതിയിലൊന്ന് ചതച്ചെടുത്ത് വെക്കണം. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള ഫുള്ളായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ സവാള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോലെ ഉണ്ടാവും. ലൈറ്റായിട്ടൊന്ന് വെള്ളമെല്ലാം ഇറങ്ങിയ പോലെയാണ് ഈ സവാള ഉണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു രീതിയിൽ മസാല ഉണ്ടാക്കുന്ന സമയത്ത് മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അതുപോലെ ആ ഒരു മസാല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് ഏകദേശം 1-2 മിനിറ്റ് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. കളറ് മാറേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന വിധത്തിൽ വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം ഒന്നിച്ച് ചേർത്തിട്ട് ചതച്ച് വെച്ചതാണ്. അപ്പോൾ അതും ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിനെല്ലാം നല്ലൊരു പച്ചമണം ഉണ്ടാവും. അതെല്ലാം മാറുന്ന വിധത്തിൽ നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊരു ലൈറ്റ് കളർ മാറുന്ന വിധത്തിൽ തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ വന്നതിന് ശേഷമാണ് ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ, അതിൻ്റെ ഒന്നിച്ച് 1/4 ടീസ്പൂൺ പെപ്പർ ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അടുത്തത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. മീറ്റ് മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പൊടികൾക്ക് ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അതെല്ലാം മാറുന്ന വിധത്തിൽ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിതിവിടെ മാറ്റി വെക്കാം. അടുത്തത് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് പോക്കറ്റ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. സ്ലൈസ് ചെയ്ത ബ്രെഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ എടുത്ത ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് മുമ്പേ തന്നെ നമ്മൾ ഓരോ ബ്രെഡും ഒന്ന് റോൾ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ ബ്രെഡ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് എണ്ണ കുടിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ടൈറ്റായിട്ട് റോൾ ചെയ്യുമ്പോൾ അതെല്ലാം ഫ്ലാറ്റായിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ അത്ര എണ്ണ കുടിക്കാണ്ട് നന്നായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 2 ബ്രെഡ് ഇതുപോലെ സ്ലൈസ് ചെയ്തത് ഒന്നിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് റോൾ ചെയ്തെടുത്തിയാണ്. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ 2 പീസ് ബ്രെഡ് ഒരേപോലെ ഒട്ടിപ്പിടിച്ച് നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ബാക്കി വരുന്ന ബ്രെഡ് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ബ്രെഡ് ക്രംസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ഇതിവിടെ മാറ്റി വെക്കാം. അടുത്തത് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മിക്സ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട ഉടച്ച് ചേർക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ കുറച്ച് അളവ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരു മുട്ട മാത്രം എടുക്കുന്നത്. നിങ്ങൾ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ 2-3 മുട്ട എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മുട്ടയിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് കൂടുതൽ വെള്ളം ചേർക്കാൻ പാടില്ല. കുറച്ചൊരു മീഡിയം കട്ടിയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒട്ടും കട്ടിയില്ലാത്ത വിധത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇതിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. 2 സൈഡും ഒരേപോലെ തന്നെ ഡിപ്പ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് സമയം നമ്മൾ ഈ മുട്ടേൻ്റെ മിക്സിലേക്ക് ഇട്ട് വെക്കാൻ പാടില്ല, പെട്ടെന്ന് സോഫ്റ്റ് ആയി പോകും. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് 2 സൈഡും ഒരേപോലെ തന്നെ കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ലൈറ്റായിട്ടുള്ള ഒരു കോട്ടിങ് കിട്ടുന്ന വിധത്തിൽ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഓരോ ബ്രെഡും നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ എടുക്കുന്ന അളവിൽ ഏകദേശം ഒരു 4-5 സ്നാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് സ്നാക്ക് വേണ്ടത് അതിനനുസരിച്ച് മസാലയും ബാക്കി ഇൻഗ്രീഡിയൻസും കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കണം. അടുത്തത് നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അതിന് ശേഷമാണ് ഇതിലേക്ക് ബ്രെഡ് ഇതുപോലെ ഇട്ട് കൊടുക്കേണ്ടത്. ബ്രെഡ് ഇട്ടിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഓയിലിൽ ഡിപ്പായി വരുമ്പോൾ ഇത് നന്നായിട്ട് തന്നെ വീർത്ത് വരും.
അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം വേണം മറിച്ചിട്ട് കൊടുക്കാൻ. അതുപോലെ നമ്മൾ ഓയിലിൻ്റെ ചൂട് ശ്രദ്ധിക്കണം. ഓവറായിട്ട് ചൂട് കൂടുതലാണെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ ചൂട് കുറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് എണ്ണ കുടിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഓയിലിൻ്റെ ചൂട് നന്നായിട്ട് ബാലൻസ് ചെയ്തിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ 2-3 പ്രാവശ്യമായിട്ട് മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഓയിലിന് എടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് നന്നായിട്ട് ഓയിൽ ചൂടായതിന് ശേഷം മാത്രം ഓയിലിന് എടുക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഒട്ടും ഓയിലൊന്നും കുടിക്കാണ്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു ബ്രെഡ് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓയിലിന് ഇതുപോലെ തന്നെ എടുക്കാം. അപ്പോൾ ഞാൻ ഈ സ്നാക്കിലേക്ക് വേണ്ടിയിട്ട് ബ്രെഡ് പോക്കറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ച് മസാല എടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് മുട്ടയാണ്. പുഴുങ്ങിയ മുട്ട ഇതുപോലെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും റെഡിയാക്കിയതിന് ശേഷം നമ്മളിതിങ്ങനെ ഫില്ല് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് പോക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ലൈറ്റായിട്ട് അതിൻ്റെ ഒരു വശം മാത്രം കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഉൾഭാഗം ഒരു പോക്കറ്റ് പോലെ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മസാല എടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടത് ആ ഒരളവിൽ ഫില്ല് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മസാല ഇതുപോലെ ഫില്ല് ചെയ്യുന്ന സമയത്ത് 2 സൈഡും ഒരേപോലെ സ്പ്രെഡ് ആകുന്ന വിധത്തിൽ ഒന്ന് അമർത്തി ഫില്ല് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കൊടുത്തതിന് ശേഷം നമ്മളിവിടെ മുറിച്ച് വെച്ച മുട്ട ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ മുട്ടയും വെച്ചിട്ട് ഇത് കാണുന്ന സമയത്ത് നല്ലൊരു ചിരിക്കുന്ന മുഖം പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു സ്നാക്കിൻ്റെ പേര് ചിരിമുട്ട എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ചിരിക്കുന്ന ഫേസ് പോലെ ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് നമ്മൾക്ക് റെഡിയാക്കി എടുക്കുക. അത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇത്. പ്രത്യേകിച്ച് ഈ നോമ്പ് സമയത്ത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും നല്ലൊരു റെസിപ്പി തന്നെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്